അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ലക്ഷദ്വീപിൽ പോകണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹം സാധിച്ചു. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നല്ല അടിപൊളി യാത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ ലക്ഷദ്വീപിൽ പോകണമെങ്കിൽ ആദ്യം കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് കിട്ടിയാലാണ് നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് കപ്പൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് വേറൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബസ്സിന് കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്നാണ് കപ്പൽ കയറുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള കപ്പലാണ് കിടക്കുന്നത്. MV കോറൽസ് എന്ന് പറഞ്ഞ കപ്പൽ ഒരു 7 നില കപ്പലാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളവിടെ നിന്നൊരു ചായ കുടിച്ചിട്ടാണ് കപ്പലിൽ കയറാൻ പോകുന്നത്. കപ്പൽ 12 മണിക്കാണ് പോവുള്ളൂ. പക്ഷേ ടിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ കപ്പലിൽ കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കരയിനോട് ചേർന്നാണ് കേട്ടോ കപ്പൽ കിടക്കുന്നത്. അപ്പോൾ കൊച്ചി കായലിൽ കരയിനോട് ചേർന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് സ്റ്റെപ്പൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ ഡയറക്റ്റായിട്ട് കയറി പോകാം കേട്ടോ. ലക്ഷദ്വീപ് ചെല്ലുമ്പോൾ ഇങ്ങനെയൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചിട്ട് സമാധാനമായിട്ട് കപ്പലിൽ കയറാൻ കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പലിലെ ബങ്ക് ക്ലാസ്. ഇതിനാണ് റേറ്റ് കുറവ്. 2400 സംതിങ് ഒക്കെ വരും. നല്ല സൗകര്യം കേട്ടോ. ഓരോ സീറ്റിനും കവർ ചെയ്യാനായിട്ട് കർട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിടക്കാൻ നേരത്തെ അത് നീക്കിയിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് കിടക്കാം. പക്ഷേ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ഓൺലൈനാണ് ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നത്. നമ്മൾ ടിക്കറ്റ് നോക്കുമ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 2-3 സീറ്റൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ കയറി കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ടിട്ട് ഇതിലൊന്നും ആളുണ്ടായില്ല. ഇതെല്ലാം ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ 2 മാസത്തോളമായിട്ട് അവർ ഓൺലൈനാക്കിയപ്പോൾ അതിൻ്റെ എന്തോ സാങ്കേതിക തകരാറ് മൂലം അങ്ങനെയാണ് കാണിക്കുന്നത്. നമുക്ക് കിട്ടില്ലെങ്കിലും അവിടെ ടിക്കറ്റ് എടുക്കണോടത്തിന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റിന് വരും ബോഡി പാസ് ഒന്ന് കയറ്റിയൊക്കെ വിടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കപ്പലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ തന്നെയാണ് കപ്പലിൽ കിടക്കുന്നത്. ഇവിടെ നിന്ന് നീങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കയറിയ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ അങ്ങനെ എടുത്ത് നടക്കുകയാണ്. നല്ല അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ലക്ഷദ്വീപുകാരൊക്കെ ഉണ്ട്. അവർക്ക് എപ്പോഴും ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് അതത്ര അത്ഭുതമൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് കയറിയതുകൊണ്ട് ഭയങ്കര അത്ഭുതമൊക്കെയാണ്. അപ്പോൾ ഹസ്ബൻഡ് നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളെ കൂട്ടി പോണതാണ്. അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങണത്. അപ്പോൾ നമുക്ക് കണ്ടാലും കൊതി തീരില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല വൈബാണ്. അപ്പോൾ ഇത് കപ്പലിലെ സെക്കൻഡ് ക്ലാസ് മിസ്സാണ്. ഫസ്റ്റ് ക്ലാസ് മിസ്സ്, സെക്കൻഡ് ക്ലാസ് മിസ്സ് അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡിനെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ വേഗം വന്നിരുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ഫുഡ് കിട്ടില്ല കേട്ടോ. കറക്റ്റ് ടൈമിന് വന്നാലേ ഫുഡ് കിട്ടുള്ളൂ. അപ്പം നമ്മൾക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെപ്പോഴും ഷിപ്പിൻ്റെ ടോപ്പിലേക്ക് കയറിപ്പോണം. അപ്പം 7 നില വരെ കയറണം. അപ്പോൾ എനിക്ക് കയറി കാലുവേദനയൊക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കപ്പലിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കയറി വന്നപ്പോഴത്തേക്കും കപ്പൽ മൂവായി തുടങ്ങി കേട്ടോ. 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പലൊക്കെ മൂവായി തുടങ്ങി. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കൊച്ചി അറബിക്കടലാണ്. അപ്പോൾ ഇവിടുത്തെയൊക്കെ വെള്ളത്തിൻ്റെ നിറം ഒരു പച്ച പോലത്തെ കളറാണല്ലോ. പക്ഷേ ലക്ഷദ്വീപിലോട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് കിടക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള കടലാണ്. 2 കളറിലുള്ള കടലാണ് കേട്ടോ കാണുന്നത്. അവിടുത്തെ ഏറ്റവും നല്ല സൗന്ദര്യം നൽകുന്നത് ആ കടലാണ്. നമ്മൾ എത്ര ആസ്വദിച്ചാലും ആ കടലിൻ്റെ സൗന്ദര്യം നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ തോന്നും. അങ്ങനെ കപ്പൽ ഏകദേശമൊക്കെ ലക്ഷദ്വീപിൻ്റെയൊക്കെ കൊച്ചി ബോർഡറൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ലക്ഷദ്വീപിൻ്റെ ആ ഒരു ഭാഗത്തോട്ടായിട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി ഒരു ബ്ലൂ കളറായി. ഇതൊരു ടോപ്പ് ലെവലാണ്. അവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും പിള്ളേരൊക്കെ ഇപ്പോൾ അവിടെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പൽ പോകുമ്പോഴുള്ള ഈ പത പോലത്തെ വൈബ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്യാമറയിൽ പകർത്തിയാലും നമുക്ക് വീണ്ടും
അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല പൊരിഞ്ഞ വെയിലാണ്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് കയറിയതിൻ്റെ സന്തോഷത്തിൽ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചി ബോർഡറൊക്കെ കഴിഞ്ഞാൽ പിന്നെ വിജനമായ കടലാണ് കേട്ടോ കാണാനുള്ളത്. പിന്നെ ഒരു കര കാണാൻ പറ്റില്ല. നമുക്കൊരു ഫ്ലാറ്റിൻ്റെയൊക്കെ മുകൾ ഭാഗമോ അല്ലെങ്കിൽ ഒരു മരം ഒന്നും കാണാൻ പറ്റില്ല. നല്ല മരുഭൂമി പോലെ നല്ല വിജനമായ കടൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വേറെ ബോട്ടുകൾ, വേറെ കപ്പലെല്ലാം ഒന്നും കാണാൻ പറ്റില്ല. ഈ ലക്ഷദ്വീപിലേക്ക് പോകുന്ന കപ്പൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു വിജനമായ കടൽ യാത്രയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള രസമാണ് കേട്ടോ. അപ്പോൾ ലക്ഷദ്വീപിലുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്പോൺസർ വേണം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. അപ്പോൾ അവർ കപ്പലിൽ അറിയുന്ന ഒരാളുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല കപ്പലിൽ കയറി കഴിഞ്ഞാൽ എല്ലാം എങ്ങനെയെന്നൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തന്നു. എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടോ. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ലക്ഷദ്വീപിലുള്ളവരൊക്കെ. അപ്പോൾ നമുക്ക് കപ്പലിൽ കയറുമ്പോൾ അറിയാം ലക്ഷദ്വീപിലുള്ളവരെ നമ്മളെ. ഇപ്പോൾ ഇവിടെ നിന്ന് കയറിയപ്പോൾ ഒരു 3-4 ഫാമിലി നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടായുള്ളൂ. ബാക്കിയൊക്കെ ലക്ഷദ്വീപുകാരാണ് കേട്ടോ. അപ്പോൾ ഇത് രാത്രിത്തെ ഫുഡാണ്. നല്ല നെയ്ച്ചോറും നല്ല മീൻ കറി. പിന്നെ അവരുടെ ഫുഡിനൊപ്പം ഒരു കുമ്മട്ടിക്ക് ഉണ്ടാവും കേട്ടോ. കപ്പലിലെ ഫുഡാണിത്. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ ഒന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല. ഉച്ചക്കലത്തെ ഫുഡ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പോയി കഴിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ മുകളിൽ പോയി കിടന്നുറങ്ങി. പിന്നെ വെളുപ്പിന് 4:30 മണിയായപ്പോൾ എഴുന്നേറ്റു. അങ്ങനെ വീണ്ടും മുകളിലേക്ക് പോവാണ്. പോണ വഴിക്ക് കപ്പലിൻ്റെ ഓരോ ഭാഗമൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ലിഫ്റ്റൊക്കെ ഉണ്ട്. അതെന്താണെന്നറിയില്ല. ആരും അതിലങ്ങനെ കയറണില്ല. ഇനി ജോലിക്കാർക്ക് മാത്രമാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് ഒരു 5:30 മണിയായപ്പോൾ വീണ്ടും മുകളിലേക്ക് കയറാണ്. അപ്പോൾ ടോയ്ലറ്റും ഇതെല്ലാം നല്ല ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് പോകുമ്പോഴാണ് നല്ല ക്ലീനായിട്ട് കിടക്കുന്നത്. പിന്നെ ലക്ഷദ്വീപ് ചെന്നിട്ട് ഈ കപ്പൽ തിരിച്ച് പോന്നു കഴിയുമ്പോൾ ആകെ അലങ്കോലമായി കിടക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറണം. ഇതാണ് ഏറ്റവും ടോപ്പ് സ്റ്റെപ്പ്. അവിടെ കയറുമ്പോൾ ഞാൻ പതിയെ പിടിച്ചാണ് കേട്ടോ കയറണത്. നല്ല പ്രായമുള്ള ആൾക്കാരെല്ലാം കപ്പൽ യാത്ര ചെയ്തിട്ടാണ് കേട്ടോ ലക്ഷദ്വീപിലുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത്. അവർക്കെല്ലാം കാര്യത്തിന് കപ്പൽ തന്നെ ആശ്രയം. നമ്മുടെ കൊച്ചിയിലേക്കൊക്കെ ചികിത്സക്കും ഇതിനെല്ലാം വന്നത് കപ്പൽ യാത്ര തന്നെ വേണം. അപ്പോൾ വെളുപ്പിനാണ്, നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ കടലൊന്നും അങ്ങനെ അധികം കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങ് ദൂരെ ഒരു ദ്വീപിൻ്റെ വെളിച്ചം കാണാം. ദ്വീപൊക്കെ ഏകദേശം എത്താറായി. അപ്പോൾ ദൂരെ ഒരു ദ്വീപിൽ ലൈറ്റൊക്കെ എത്തി കിടക്കണത് കാണാം കേട്ടോ. നേരം വെട്ടം വെച്ച് വന്നോളൂ. നല്ല അടിപൊളി കാറ്റാണ്. അപ്പോൾ നേരം വെളുത്തു, ദ്വീപിലൊക്കെ എത്തി. അപ്പോൾ ഈ ഫസ്റ്റ് കപ്പൽ നിർത്തുന്നത് ചേട്ടിലാട്ട് ദ്വീപ് എന്നാണ് കേട്ടോ പറയണത്. ചേട്ടിലാട്ടാണ്, ചേത്തില്ലാത്ത അങ്ങനെയൊക്കെ പറയും. ആ ഒരു ദ്വീപിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് അവിടെ ഇറങ്ങാനുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് അടുത്ത ദ്വീപിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കടമത്താണ് പെർമിറ്റ് എടുത്തേക്കണത്. അപ്പോൾ അവിടെ ഇറങ്ങാനുള്ള ചേട്ടിലാട്ട് ഐലൻഡിൽ ഇറങ്ങാനുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി അവിടെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് കപ്പൽ പോകുള്ളൂ. അപ്പോൾ നേരെല്ലാം വെളുത്ത് നല്ല സൂര്യനൊക്കെ നല്ല ഉദിച്ച് വന്നിട്ടുണ്ട്. അവിടെ നല്ല ചുമന്ന നിറമായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൂര്യനൊക്കെ ഉദിച്ച് വന്നതൊക്കെ കണ്ട് ടൈറ്റാനിക് മോഡലൊരു വീഡിയോ ഒക്കെ പിടിച്ച് അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പലിൽ കയറി എപ്പോഴും ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. റൂമിൽ അങ്ങനെ പോയിരിക്കാൻ തോന്നില്ല കേട്ടോ ആർക്കും. പിന്നെ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും അങ്ങനെ മുകളിലോട്ട് കയറി വരില്ല. അപ്പോൾ മക്കളും സൂര്യനെ ഉദിച്ച് തന്നെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ഒരു 7:30 മണിയായപ്പോഴത്തേക്കും കപ്പൽ ചേട്ടിലാട്ട് ഐലൻഡിലെത്തി കേട്ടോ. അപ്പോൾ ഐലൻഡിൻ്റെ തീരത്തോട് കൂടുതൽ അങ്ങോട്ട് കപ്പലെടുക്കില്ല. കപ്പൽ പകുതി വരെ പോകുള്ളൂ. അപ്പോൾ കടലിൽ തന്നെ വെച്ച് തന്നെ നമ്മൾ വേറെ ചെറിയ ബോട്ടുകളൊക്കെ വരും. അപ്പോൾ അതിലോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ വെയിലിൻ്റെ റിഫ്ലക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കടലിൻ്റെ കളറ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്തത്. നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ കടൽ. അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വൈബാണ്. അപ്പോൾ അവിടെ ചേട്ടിലാട്ട് ഐലൻഡിൽ കപ്പൽ നിർത്തി. അപ്പോൾ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ ബോട്ടുകളൊക്കെ അവനുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ നിൽക്കുകയാണ്.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ഇതേപോലെയൊക്കെ കപ്പലിൽ നിന്ന് ബോട്ടിലോട്ടൊക്കെ ചാടി ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട. പക്ഷെ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ പേടിക്കാനൊന്നുമില്ല കേട്ടോ. വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മൾ പിടിച്ചിറക്കാനും കയറ്റാനൊക്കെ കപ്പലിൻ്റെ 2 സൈഡിലായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങാനുള്ള ആൾക്കാരെ കൊണ്ടുപോകാനുള്ള ബോട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ കപ്പലിൻ്റെ വേറൊരു സൈഡാണ് നിൽക്കുന്നത്, എന്തോ എമർജൻസി എക്സിറ്റ് പോലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ കുറച്ച് ഭാഗത്ത് ചങ്ങലയൊക്കെയാണ് കേട്ടോ ഉള്ളത്. കുഴപ്പമില്ല, ഒരാളവിടെ നിന്ന് പിടിച്ചതി. അതെല്ലാവരും ഉള്ളപ്പോൾ പേടിയുണ്ടാവില്ല. വീടിന് പരിപാടി വെയിലാന്ന് മതി. അപ്പോൾ ഈ വൈറ്റ് കളറിൽ കാണുന്നതൊക്കെ എന്തോ എമർജൻസി സമയത്തൊക്കെ കപ്പലിൽ രക്ഷാപ്രവർത്തനത്തിന് എടുക്കുന്ന കുറേ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ലക്ഷദ്വീപിലുള്ള ആൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നതാണ്. ഇത് കപ്പലിൻ്റെ വേറൊരു ഏരിയയാണ് കേട്ടോ. നല്ല വിശാലമായ ഹാള് പോലത്തെ ഏരിയയാണ്. അപ്പോൾ വലിയ ബോട്ടൊക്കെ കപ്പലിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കപ്പലിൻ്റെ വേറൊരു സ്ഥലത്തേക്കുള്ള എൻട്രിയാണ്. നമ്മൾ ആദ്യമായിട്ടുള്ളതുകൊണ്ട് പേടിച്ചിട്ട് അങ്ങോട്ടൊന്നും പോയില്ല. നമ്മൾ പാസ് ചെയ്യണ ഭാഗം മാത്രം നമ്മൾ വീഡിയോ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഞങ്ങൾക്ക് മുകൾ ഭാഗത്തേക്ക് പോകാനേ നേരുള്ളൂ. അപ്പോൾ ചേറ്റിലാട്ട് ദ്വീപിലെ ആൾക്കാർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പലിലെ ക്യാൻറ്റീനിൽ വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് റൗണ്ടിലുള്ളൊരു വിൻഡോ സൈഡ് ഉണ്ട്. അതിൽ കൂടെയൊക്കെ കടൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ആൾക്കാർ വന്നിട്ടില്ല, നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു ചായ ബിസ്ക്കറ്റ് കുടിക്കാനാണ് വന്നേക്കണത്. അപ്പോൾ ആ വിൻഡോ സൈഡിൽ കൂടെ നമുക്ക് കടലിൻ്റെ ഭംഗി ആസ്വദിക്കുക. അത് നമ്മൾ എടുത്തേക്കണ ബങ്ക് ക്ലാസ്സിലും ഇതേപോലത്തെ ഒരു വിൻഡോ സൈഡ് ഉണ്ടാവും കേട്ടോ. അവിടെ നമുക്ക് കടലിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് നമുക്ക് റൂമിൻ്റെ സമയം ചിലവഴിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ദ്വീപിൽ നിന്ന് ഇനി കപ്പൽ അടുത്തത് കിൽട്ടാൻ എന്നുള്ള ദ്വീപിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ കൊച്ചി ടു കടമത്ത് ഡയറക്റ്റ് ഷിപ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് കൊച്ചി ടു കിൽട്ടാൻ എന്നുള്ള ഇതാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ ബോട്ടിലോട്ടൊക്കെ ചാടി ഇറങ്ങി കിൽട്ടാൻ ദ്വീപിലേക്ക് പോവാണ്. അപ്പോൾ ലക്ഷദ്വീപിലുള്ള ഒരുപാട് പേരുണ്ട്. നല്ല അടിപൊളി വൈബാണ്. കടലിൽ കൂടെ ഇങ്ങനെ ബോട്ടിൽ പോകാനായിട്ട് എന്ത് ഭംഗിയാണ് കടൽ കാണാൻ. നല്ല വജ്രം പോലെയാണ് കേട്ടോ തിളങ്ങണത്. അപ്പോൾ 2 സൈസ് കളറാണ് കടലിൽ. നല്ല ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പിന്നെ ഒരു സ്കൈ ബ്ലൂ അതേപോലെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ കപ്പൽ അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിൽ തന്നെ പോന്നു. ബാക്കി ബോട്ടുകളൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ, ആൾക്കാരെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മണിക്കൂർ യാത്രയുണ്ട് കിൽട്ടാൻ ദ്വീപിലിട്ട്. അപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. അതൊക്കെ അറിയാവുന്നത് കൊണ്ട് കൂളിംഗ് ഗ്ലാസ്, തൊപ്പി, സൺസ്ക്രീൻ എല്ലാം വാരി പൂശിയിട്ടാണ് പോയത്. പോയപ്പോൾ കുറച്ച് കളറൊക്കെ ഉണ്ടായിട്ടോ. തിരിച്ചൊന്നും പീക്കോലൊന്നും അല്ലായിരുന്നു. എന്ത് തേച്ചാലും വെച്ചാലും ഒരു കാര്യമില്ല കേട്ടോ. വെയിൽ കൊള്ളാത്തവർ അവിടുത്തെ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറുത്ത് പോകും. ചിലർക്ക് അഫക്റ്റ് ചെയ്യില്ല കേട്ടോ. ചിലർക്ക് വെയിലിൻ്റെ അലർജി ഉള്ളവർ പെട്ടെന്ന് കറുത്ത് പോകും. ഞങ്ങളെല്ലാവരും നന്നായിട്ട് കറുത്ത് പോയി കേട്ടോ. അപ്പോൾ അതാണ് കിൽട്ടാൻ ദ്വീപ്. ദ്വീപെത്താറായി. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു തുരുത്ത് പോലെ തോന്നും. പക്ഷേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ജനവാസമൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ. അപ്പോൾ ബോട്ട് ചെട്ടി എത്താറായി കിൽട്ടാൻ ദ്വീപിൽ. നമ്മൾ തീരത്തിനടുത്തേക്ക് എത്തുമ്പോൾ കടലിൻ്റെ കളർ നല്ല ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിരിച്ച് ആസ്വദിച്ച് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ കൂടെയുള്ള യാത്രയാണ് അടിപൊളി. കടൽ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ടിൽ തന്നെ പെട്ടിയൊക്കെ വെച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകണമാണ് കേട്ടോ. പിന്നെ ടൂറിസ്റ്റ് പെർമിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സ്പെഷ്യൽ ബോട്ടിലൊക്കെ കൊണ്ടുപോകും. വെയിലൊക്കെ അടിക്കാതെ നല്ല കർട്ടനൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ബോട്ടിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇതിൽ ഞങ്ങൾ 2-3 മലയാളി ഫാമിലീസാണുള്ളത്. ബാക്കി എല്ലാവരും ലക്ഷദ്വീപിലുള്ളവരാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവർ നമ്മുടെ മലയാളം കുറച്ചൊക്കെ അറിയാമുള്ളൂ. പഴയ തലമുറക്കൊന്നും വേറെ ലാംഗ്വേജാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കിൽട്ടാൻ ദ്വീപിലെത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കടമത്തേക്ക് ബോട്ടുള്ളത്. അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാക്ക് ശേഷമാണ് ബോട്ട് എടുക്കുകയുള്ളൂ.